കണ്ടോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്ലീൻ സ്റ്റാർട്ടിങ്. നമ്മുടെ കൂടെ ഇന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ടാറ്റ എയ്സ് CNG 2.0 ആണ് നമ്മുടെ കൂടെ ഉള്ളത്. 2.0 എന്ന് പറയുമ്പോഴത്തേക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൻ്റെ സപ്പോർട്ടും ഉണ്ട്, CNGയുടെ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ എയ്സിൻ്റെ പുറത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു ബൈഫ്യൂൽ ഓപ്ഷനിൽ ടാറ്റ മോട്ടോഴ്സ് എയ്സിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു വെഹിക്കിളിനെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 2005 മുതൽ എയ്സിൻ്റെ പല പല വേരിയൻസ് നമ്മൾ ഇത്ര വർഷമായിട്ട് 24 വരെയും പല പല വേരിയൻസ് കണ്ടു, പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ CNG ഓപ്ഷൻ. ഇപ്പോൾ എന്തായാലും ബൈഫ്യൂൽ ഓപ്ഷനോടെ വന്നേക്കുവാണ്. അപ്പോൾ എയ്സിൻ്റെ ലുക്ക് ടോട്ടലി മാറിയ പോലെ അല്ലേ, അതായത് ഒരു റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ലൈറ്റ്സിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു BS6 വേരിയൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ എയ്സിൻ്റെ ഫേസ് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓൾറെഡി HD+ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിൻ്റെ മുന്നേ എടുത്താണ്, ആ ഒരു ഷേപ്പ് തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ CNG ഓപ്ഷൻ, CNG+ പെട്രോൾ ഓപ്ഷൻ, ബൈഫ്യൂൽ ഓപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് എയ്സിൻ്റെ പുതിയൊരു ലുക്ക്. അപ്പോൾ ഈ ഒരു എയ്സ് നമുക്കറിയാം ഒരുപാട് ആളുകളുടെ ജീവിതമാർഗ്ഗമായിട്ട് എല്ലാവരും അഫോർഡബിൾ റേറ്റിലേക്ക് ഒരു മിനി ഒരു ട്രക്ക് വേണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞൻ പിക്കപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും അഫോർഡബിൾ റേറ്റിലേക്ക് യൂസ് ചെയ്യാനാണ്, വളരെ പ്രൂഡ് ആയിട്ടുള്ളൊരു മോഡലൂടെയാണ്. അപ്പോൾ ഈ ഒരു CNG ഓപ്ഷനോടൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾക്ക് വളരെ സപ്പോർട്ടിങ് വിധമാവുന്ന രീതിയിൽ ഇപ്പം CNG+ പെട്രോൾ, ഇപ്പം CNGയുടെ ലഭ്യതയൊക്കെ എല്ലായിടത്തേക്കും ആയി വരുന്നേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ പെട്രോൾ + CNG ഓപ്ഷനിലേക്ക് ദീർഘദൂരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്തായാലും അഫോർഡബിൾ റേറ്റിലേക്കാണ് നമ്മുടെ ഈ ഒരു CNG 2.0 വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ശരിക്കും കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സുപ്രോയും അല്ലെങ്കിൽ സൂപ്പർ കാരിയോ പോലെയുള്ള വെഹിക്കിൾസ് ആണ്, അതും ബൈഫ്യൂൽ ഓപ്ഷൻസിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു കോമ്പറ്റീറ്റർ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വെഹിക്കിളിൻ്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൽ 5 ലിറ്ററിൻ്റെ നോർമൽ ഫ്യൂൽ ടാങ്കും അതേപോലെ തന്നെ CNGയുടെ 70 ലിറ്ററിൻ്റെ ടാങ്കും ഉള്ളത്. അതായത് 12 kg CNG ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ലോഡ് ബോഡിയുടെ താഴെയായിട്ടാണ് CNG ടാങ്ക്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 2 ടാങ്ക്സ് ആണ് ഉള്ളത്. സോ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗാർഡൊക്കെ പ്രൊവൈഡ് ചെയ്ത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇതിൻ്റെ അകത്തെ CNG കിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എയ്സ് CNG 2.0 ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി HD+ലൊക്കെയുള്ള ആ ഒരു സെയിം BS6 പുതിയ വേരിയൻസിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫേസോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ടെന്ന് പറയുന്നത് ഈ ഒരു മൾട്ടി റിഫ്ലക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് ശരിക്കും ഒരു നല്ലൊരു ഷേപ്പിലാണ്, ഒരു കണ്ണൊക്കെ പോലെ ഒരു ഫീലിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ എയ്സിൻ്റെ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം, ഗോൾഡിൻ്റെ ആ ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഗ്രിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു എയ്സിൻ്റേതായിട്ടുള്ള ആ ഒരു ഫീൽ കിട്ടുന്ന അതേ സെയിം ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോ സെൻട്രലായിട്ടുണ്ട്. ബ്ലാക്ക് ബമ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഫ്രണ്ടിൽ കാണാം. അതേപോലെ ഓവറോൾ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊന്നും മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ല. ഇനി എന്തായാലും ജസ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സൈഡിലെ ഡോറിൽ തന്നെ CNG 2.0 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ CNGയുടെ ഒരു ചെറിയൊരു ബാഡ്ജിങ് ഇവിടെയുണ്ട്. 2.0 ഇവിടെയായിട്ട് കാണാം. ടയർ പ്രൊഫൈലിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും 145R12 ടയേഴ്സ് ആണ് കാണുന്നത്. അതേപോലെ ലോഡ് ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും 8.2 ഫീറ്റ് ലെങ്ത്തും 4.8 ഫീറ്റ് വിഡ്ത്തും ആണുള്ളത്. നമുക്ക് സെയിം കണ്ട ആ ഒരു സെയിം ലോഡ് ക്യാരിങ് ഏരിയയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു ഇതിൻ്റെ CNG കിറ്റ് പ്ലേസ് ചെയ്തേക്കുന്നതുണ്ടോ, വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സെൻറ്റർ പോർഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇവിടെ ഒരു കിറ്റും, റിയർ സൈഡിലേക്ക് റിയർ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൽ നല്ല രീതിയിൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇതിൻ്റെ CNG കിറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഫില്ല് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെയാണ്. E20 ഫ്യൂലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ CNGയുടെ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു റിയർ ഭാഗത്ത് ആയിട്ടാണ്, ഏറ്റവും ബാക്കിലായിട്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലത്തെ ആ ഒരു ഗാർഡ് കണ്ടോ, ഈ ഒരു ഗാർഡും അതേപോലെ തന്നെ നമുക്ക് സ്പെയർ വീൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ താഴെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുമുണ്ട്. സോ ടോട്ടലി നല്ല സേഫ് ആയിട്ടുള്ളൊരു പാക്കാണ് കാണുന്നത്. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും CNGയുടെ ഒരു സ്റ്റിക്കറിങ് ഇവിടെയുണ്ട്. അതേപോലെ തന്നെ റിയർ സെൻസേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതേപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 160 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ. പിന്നെ ഓവറോൾ ഈ ഒരു ലോഡ് ക്യാരിങ്, അതായത് പേ ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 640 kg ആണ് പേ ലോഡ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 1 ഫീറ്റോളം ഈ ഒരു വെഹിക്കിളിന് കൂടുതലാണ്. അതാണ് മെയിനായിട്ട് ഒരു നമുക്ക് എയ്സിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. കാരണം ഇപ്പോൾ കൂടുതലും ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ ലോഡ് ക്യാരി ചെയ്യുന്നത് നമുക്ക് ലാഭമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്നാലും ഇത്രയൊക്കെ കാര്യമാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. നമുക്കിനി ജസ്റ്റ് ഇൻസൈഡ് ഒന്ന് നോക്കാം. അപ്പോൾ ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്സൈഡ് കളർ ഉണ്ടല്ലോ, 2 കളർ ഓപ്ഷനിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നൊരു വൈറ്റും അതേപോലെ തന്നെ ക്രീം ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള കളറാണ്. സോ 2 കളർ ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പം 2 സിലിണ്ടർ ഉള്ളൊരു എഞ്ചിനാണ്, അതായത് 4 സ്ട്രോക്ക് വാട്ടർ കൂൾഡ് മൾട്ടി പോയിന്റ് ഗ്യാസ് ഇഞ്ചക്ഷൻ ഡെഡിക്കേറ്റഡ് CNG എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. 694 cc
എൻജിൻ. അതായത് ഈ ഒരു വെഹിക്കിൾ നമുക്ക് ശരിക്കും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് CNGയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂവിങ്ങിൽ നമുക്ക് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ഇത് രണ്ടും, അതായത് പെട്രോൾ ഓടിക്കുമ്പോഴും CNGയിൽ ഓടിക്കുമ്പോഴും പവറിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പെട്രോൾ നോക്കുവാണെങ്കിൽ 29.5 HP പവർ പെട്രോൾ ഓടിക്കുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ട്. CNGയിൽ ഓടിക്കുമ്പോഴത്തേക്കും അത് 24.5 HP പവറിലാണ് CNGയിൽ ഓടിക്കുമ്പോഴത്തേക്കും ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടോർക്കിലും ചെറിയ ഒരു 5 Nm വ്യത്യാസം ടോർക്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് ഇൻസൈഡിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ശരിക്കും ഇന്ത്യയിൽ ഉണ്ട് എപ്പോഴും വളരെ പ്ലസൻ്റ് ആണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും തന്നെ ഇൻസൈഡൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ഇതിലാണെങ്കിൽ നോക്കുമ്പോൾ തന്നെ വോക്ക് ത്രൂ ക്യാബിൻ ഇതിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സ് ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ബക്കറ്റ് സീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിനോട് ഏകദേശമൊക്കെ യോജിക്കുന്ന രീതിയിലുള്ള സീറ്റ്സ് കാണാം. ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് 2 വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പുതിയ ഓപ്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും സെൻട്രലായിട്ട് ചെറിയൊരു സീറ്റ്, അതായത് നേരത്തെ ഇവിടെ എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ടൊരു ഏരിയ ആയിരുന്നു, അത് മാറിയിട്ട് ഒരു കുഷനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ നോബ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ നോക്കി കാസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗിയർ നോബ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ മാർക്കിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ യൂട്ടിലിറ്റി സ്പേസ് നോക്കുവാണെങ്കിലും ഇഷ്ടം പോലെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. മൊബൈൽ വെക്കാം, പേഴ്സ് വെക്കാൻ, പേപ്പേഴ്സ് വെക്കാനൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഒരു ലോക്കബിൾ ഒരു ഓപ്ഷനോട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്റീരിയർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ ശരിക്കും സ്റ്റാർട്ടിങ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CNGയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇപ്പം കുറച്ചുകൂടെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയിൽ ഇപ്പോൾ പെട്രോൾ സ്റ്റാർട്ടിങ്ങിലാണല്ലോ കൂടുതൽ നമുക്ക് ഫ്യൂവൽ ആവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി CNGയിലാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. അതുപോലെ ശ്രദ്ധിച്ചൊരു കാര്യം, CNGയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ നൈസായിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗ് ആണ്. കാണിച്ചു തരാവേ, കണ്ടോ, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്ലീൻ സ്റ്റാർട്ടിങ്. ജസ്റ്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ക്ലസ്റ്ററിൽ ഡിജിറ്റൽ ചെറിയൊരു ക്ലസ്റ്ററാണ് നമ്മൾ ഇൻട്രയിലൊക്കെ കണ്ട പോലെ തന്നെ. അപ്പോൾ അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്യൂവൽ പെട്രോളിൻ്റെയും അതുപോലെ CNGയുടെയും കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ ടൈം, ഓഡോമീറ്റർ, ടോട്ടൽ കിലോമീറ്റർ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമുക്കിനി വെഹിക്കിൾ ഒന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു മാനുവൽ സ്റ്റിയറിംഗ് ആണ് കേട്ടോ, നല്ല രസമാണ്. പിന്നെ ഞാനിപ്പം ഓണാക്കി CNG ഓപ്ഷനിലാണ് വെച്ചിട്ടുള്ളത്. CNGയിലുള്ള പുള്ളിങ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഫസ്റ്റ് കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു കയറ്റത്തിലാണ് കിടക്കുന്നത്, വളരെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിങ് ഒക്കെ കറക്റ്റാണ് കേട്ടോ, സെറ്റാണ്. അതേപോലെ പെട്രോൾ ഒന്നോ മാറ്റി നോക്കട്ടെ. പെട്രോളിലേക്ക് മാറുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്ക് ഓടിക്കുമ്പോൾ കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്രോൾ കുറച്ചുകൂടി ഒരു പെർഫോമൻസ്, കുറച്ചുകൂടി ഒരു പവർ വേണ്ട സമയത്ത്, ഇപ്പം നല്ല ലോഡൊക്കെ വെച്ച് പോകേണ്ട സമയത്ത് നമുക്ക് വേണേൽ പെട്രോൾ ആണെങ്കിലും യൂസ് ചെയ്യാം. CNGനൊക്കെ കുറച്ചുകൂടി പവർ ഉണ്ടല്ലോ. ഇതിൻ്റെ സ്റ്റിയറിങ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ വെഹിക്കിൾ ഡ്രൈവ് ചെയ്ത് നേരെ പോപ്പുലർ മെഗാ മോട്ടോഴ്സ് കളമശ്ശേരിക്ക് പോവുകയാണ്. അപ്പോൾ വെഹിക്കിൾ അവിടെ ഹാൻഡ് ഓവർ ചെയ്യണം. അതേപോലെ ഇപ്പം അങ്ങോട്ടുള്ളൊരു ഡ്രൈവിൽ കുറച്ച് കാര്യങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് ഈ ഒരു വെഹിക്കിളിൻ്റെ പ്രൈസിങ് ആദ്യം തന്നെ പറയാം. 6,51,000 മിച്ചമാണ് പ്രൈസിങ് വരുന്നത്, എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ വാറണ്ടി ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാ വെഹിക്കിൾസിലും കിട്ടുന്ന പോലെ തന്നെ 2 വർഷമോ 72,000 കിലോമീറ്റർ ആണ് ഈ ഒരു വെഹിക്കിളിൻ്റെ വാറണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഈ ഒരു വെഹിക്കിള് നമുക്കിപ്പം കുറച്ച് ദൂരത്തേക്കൊക്കെ ഓടുന്ന ആളുകൾക്ക് ഇപ്പോൾ പെട്രോളിൻ്റെ കോസ്റ്റ് ഇങ്ങനെ കൂടി വരുവാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിപ്പം CNGക്കാണെങ്കിൽ കുറച്ച് വിലക്കുറവുണ്ട്. അപ്പോൾ CNG വേണം, അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അത്യാവശ്യം കുറച്ച് സേവിങ്സ് ഒക്കെ പിടിച്ച് സേവ് ആക്കേണ്ടവർക്ക് എന്തായാലും ചൂസ് ചെയ്യാവുന്നൊരു മോഡലാണ് നമ്മുടെ ഈ ഒരു ബയോഫ്യൂവൽ ഏസിൻ്റെ CNG ഓപ്ഷൻ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലോ അല്ലെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.